ഹായ്, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ സ്വന്തം FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സിന്റെ സമയം. റീനുണ്ട് കൂടെ. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ നോക്കാം. നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം. അതികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തുവോ എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. അവിടെ വെച്ച് ഞാൻ നിനക്കെന്റെ പ്രേമം തരും. പ്രണയിക്കുന്ന, പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് 1 മണിവരെ. റീനുവിൻ്റെ കൂടെ ആയിരിക്കുക. ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. പത്മരാജനെ പോലെ പത്മരാജൻ മാത്രം. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു. എന്തൊരു റൊമാൻറ്റിക് മൂവിയാണല്ലേ നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ. മോഹൻലാലിൻ്റെ നെയ്ബറായിട്ട് ഷാരിയുടെ ഫാമിലി വന്ന് താമസിക്കുന്നതും ലാലിന് പ്രണയം തോന്നുന്നതും അവർ പ്രണയത്തിലാവുന്നതും എല്ലാം. അതിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും പാട്ടുകളും റൊമാൻസും മാത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത ഒരു ക്ലൈമാക്സ് അതിന്. ഷാരിയുടെ കുറ്റം കൊണ്ടല്ല അവൾക്ക് ട്രാജഡി സംഭവിക്കുന്നത്. എന്നാലും മോഹൻലാൽ അവളെ ആക്സെപ്റ്റ് ചെയ്യാം. ഈ മൂവി കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ? പ്രണയത്തിലെ എല്ലാ കുറ്റങ്ങളും നമുക്ക് ക്ഷമിക്കാം, ഒന്ന് മാത്രമേ നമ്മൾ ക്ഷമിക്കാത്തേ ഉള്ളൂ. ഇഷ്ടപ്പെടുന്നയാൾ മനസ്സിൽ മറ്റൊരാൾക്ക് ഇടം കൊടുക്കുന്നത്. അങ്ങനെയല്ലേ? ആണോ? ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഉത്തരം പോസ്റ്റ് ചെയ്യണം. ഞാൻ കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ലവ് ഇസ് ലൈഫ്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ തൗഫീഖ്. തൗഫീഖ് പ്രണയിച്ചിട്ടുണ്ടോ? പ്രണയിച്ചിട്ടുണ്ട്. നല്ല ഉറപ്പുള്ളൊരു പ്രണയമാണോ? ഉറപ്പുള്ളതായിരുന്നു, പക്ഷെ അത് പിന്നീട് അത് ഫെയിലിയറായി. എന്നാ പറ്റി? പിന്നീട് അത് ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരു സ്ഥിതിയായി. നമ്മുടെ കുറ്റമായിരുന്നോ അവരുടെ കുറ്റമായിരുന്നോ? അവരുടെ കുറ്റമായിരുന്നു. ഉറപ്പായിട്ടും നമ്മൾ പൂർണ്ണമായിട്ടും ട്രൈ ചെയ്താണ് മുന്നോട്ട് ട്രൈ ചെയ്തതാണ്. പെൺകുട്ടികളാണോ ആൺകുട്ടികളാണോ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്ന യൂഷ്വലി? അതിപ്പോ ഒരു സിറ്റുവേഷൻ കൊണ്ടേ പറയാൻ പറ്റുള്ളൂ. ഭയങ്കര പൊസസീവ് ആയിരുന്നോ തൗഫീഖ് പ്രണയത്തില്? അതെ. പുള്ളിക്കാരിക്കൊരു സിൻസിയറിറ്റി ഇല്ലായിരുന്നു. അപ്പൊ എന്റെ ചോദ്യത്തിന് പറ്റിയാളെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ചോദിക്കും കേട്ടോ. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം be with me തൗഫീഖ് and you all keep listening to love bites on Club FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. തിരിച്ചു വരുമ്പോൾ ഞാനും തൗഫീഖ് ഇവിടെ ഉണ്ട്. ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ തൗഫീഖ്. ഞാൻ പല സ്ഥലത്ത് വായിച്ചിട്ടുണ്ട് ഒരു പ്രണയത്തിലെ ഒരുവിധം തെറ്റുകളൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റുമെന്ന്. തൗഫീഖിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കില്ലാത്ത ഒരു തെറ്റേതാ? വേറൊരാളുമായിട്ട് കൂടുതൽ ഓവർ ഫ്രണ്ട്ലി ആണ്. ആ ഒരു കാര്യം കൊണ്ടാണോ തൗഫീഖിന്റെ പ്രണയം പോയേ? അല്ല, വേറെ പല കാര്യങ്ങളും ഉണ്ട്. ഞാൻ കൂടുതൽ പൊസസീവാണ് എൻ്റെ ലവറിന്റെ കാര്യത്തിൽ. അപ്പം വേറെ ആളുമായിട്ടും കൂടുതൽ അടുപ്പം കാണിക്കുന്നതും ഫ്രണ്ട്ലി കാണിക്കുന്നതും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ലെന്ന് വരില്ല. അത് ഏതൊരു ആൺകുട്ടിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അവർ സ്നേഹിക്കുന്ന ഒരു കുട്ടി വേറെ ആളോട്ട് കൂടുതൽ ഇടപെടുന്നതും സംസാരിക്കുന്നതൊന്നും ഓവർ ഫ്രണ്ട്ലി ആകുന്നത് അവർക്ക് ഇഷ്ടപ്പെടില്ല. കുറെയൊക്കെ സഹിക്കാം, അതൊക്കെ മനുഷ്യ സഹജമല്ലേ, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കുഴപ്പമൊന്നുമില്ല. ഇത് പക്ഷെ മനുഷ്യ സഹജമല്ല, അതൊക്കെ ഒരു അനാവശ്യമാണ്. താങ്ക് യു സോ മച്ച് തൗഫീഖ്. ഇതുപോലെ ക്ലബ് FM-ലെ ലവ് ബൈറ്റ്സിലൂടെ ഒരു അഭിപ്രായം പറയണ്ടേ? എന്നാൽ 56070 ഒരു മെസ്സേജ് അയച്ചോ. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ആൻഡ് സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്.